നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട്ണർ ആധാർ ഗോൾഡ് ആൻഡ് പ്രഷ്യസ്. ഈ വർഷത്തെ ഹജ്ജ് യാത്രക്ക് 30-ന് തുടക്കമാകും. ആദ്യ വിമാനം കൊച്ചിയിൽ നിന്നും ഉച്ചക്ക് 2:10-ന് 430 തീർത്ഥാടകരുമായി ജിദ്ദയിലേക്ക് യാത്രയാകും. ഹജ്ജ് യാത്രക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ നിന്നും ഇത്തവണയും 3 എംബാർക്കേഷൻ പോയിന്റുകളാണ് ഉള്ളത്. കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ. കേരളത്തിൽ നിന്നും നിലവിൽ 13,851 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 7,943 പേർ കൊച്ചിയിൽ നിന്നും, 4,279 പേർ കണ്ണൂരിൽ നിന്നും, 944 പേർ കോഴിക്കോട് നിന്നുമാണ് പുറപ്പെടുന്നത്. കേരളത്തിൽ നിന്നുള്ള മറ്റ് 28 പേർ മറ്റ് സംസ്ഥാനങ്ങളിലെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുമാണ് യാത്രയാകാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹാജിമാർ കേരളത്തിലെ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും യാത്രയാകുന്നുണ്ട്. കോഴിക്കോട് നിന്നും ഇത്തവണ ആകാശ എയർലൈൻസ് ആണ് ഹജ്ജ് സർവീസ് നടത്തുന്നത്. മെയ് 14 മുതൽ 17 വരെ 145 പേരുടെ 7 സർവീസുകളാണ് ഉള്ളത്. കേരളത്തിൽ നിന്ന് ഈ തവണ സർക്കാരിൻ്റെ കീഴിൽ ഹജ്ജിന് പോകാനുള്ള അപേക്ഷയുടെ എണ്ണം വളരെ കൂടിയിരുന്നു. എബൌട്ട് 28,000, 28,000-നടുത്ത് ഇത്തവണ അപേക്ഷകളുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഹജ്ജ് 2026 സർക്കാരിൻ്റെ കീഴിൽ പോകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം 13,195 ആണ്. 13,195 പേർ. ഈ 13,195 പേരിൽ 7,943 പേർ നെടുമ്പാശ്ശേരി എംബാർക്കേഷനിൽ നിന്ന് പോകുമ്പോൾ 4,279 പേർ കണ്ണൂർ ഇപിയിൽ നിന്നാണ് അവരുടെ ഡിപ്പാർച്ചർ. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിൻ്റെ ഹജ്ജ് ചരിത്രത്തിൽ ഏറ്റവും കുറവ് പിൽഗ്രിംസ് യാത്രയാകുന്ന ഒരു വർഷം കൂടിയാണ് ഇത്തവണ. 944 എന്നാണ് പാരഗ്രാഫ് 2-ൽ 945 എന്ന് എഴുതിയിട്ടുണ്ട്. ആ 5 ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. 944 എന്ന്. 944 പേരാണ് കോഴിക്കോട്. അതിൻ്റെ പുറമെ നമ്മുടെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 28 യാത്രക്കാർ ഇതര സംസ്ഥാനങ്ങളിലെ എംബാർക്കേഷനിൽ നിന്ന് കൂടി പോകുന്നുണ്ട്. അവരെ എല്ലാവരെയും കൂട്ടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സംഖ്യ എത്തും. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഹാജിമാർ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എംബാർക്കേഷനുകളിലൂടെ യാത്ര പോകാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ലക്ഷദ്വീപിൻ്റെ കാര്യമോ കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയും. ഈ സമീപ പ്രദേശങ്ങളായ UT യൂണിയൻ ടെറിട്ടറീസോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളോ അവർക്ക് കൂടുതൽ സൗകര്യം കേരളത്തിൽ നിന്നുള്ളത് നമുക്കൊരു പക്ഷേ സമ്മതിക്കാം. എന്നാൽ അതിൻ്റെ പുറമെ UP, മഹാരാഷ്ട്ര, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കം നമ്മുടെ ഈ കേരളത്തിലെ 3 എംബാർക്കേഷനുകളിലൂടെ പോകുന്ന യാത്രക്കാരും കൂടി ഉണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി നമുക്ക് വളരെ പ്രധാനമായിട്ട് ഇപ്പം പറയാനുള്ളത് ഹജ്ജിൻ്റെ ഒരുക്കങ്ങളെല്ലാം വളരെ ഭംഗിയായി പൂർത്തീകരിക്കേണ്ട സ്ഥലത്ത് ഇപ്പം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30-ാം തീയതിയാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് പോകുന്നത്. അവിടെ എല്ലാ സൗകര്യങ്ങളും റെഡിയായി. 6-ാം തീയതിയാണ്, മെയ് 6-ാം തീയതിയാണ് കണ്ണൂരിൽ നിന്നുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മെയ് 6-ാം തീയതി എന്ന് പറയുമ്പോൾ മെയ് 2-ാം തീയതി 3-ാം തീയതി ആകുമ്പോഴേക്ക് അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ പൂർത്തിയാവും. എന്നാൽ കോഴിക്കോട് നിന്ന് നേരത്തെ നമ്മൾ കണ്ടതുപോലെ 944 പേരാണുള്ളത്. നമ്മുടെ ക്യാമ്പ് കോഴിക്കോട് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെ കുറഞ്ഞ ദിവസമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് 14-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ക്യാമ്പ് ആരംഭിക്കുന്നത് 13-ാം തീയതിയാണ്. സമയം ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ പിന്നെ ഹജ്ജ് ഹൗസും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ പെർമനൻ്റ് ആയിട്ട് തന്നെ ഉള്ളത് കൊണ്ട് അവിടെ മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്തവണ ഷോർട്ട് ഹജ്ജ് എന്ന് പറയുന്ന ഒരു സംവിധാനവും കൂടി ഉണ്ടെന്ന് നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞതും
അതായത് മുമ്പ് നമ്മൾ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കിയതും നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഞങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം റിപ്പോർട്ടുകൾ കൊടുക്കുമ്പോൾ ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന പല സംശയങ്ങളും അവർ ഞങ്ങളോട് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ തവണ ഷോർട്ട് ഹജ്ജ് ആരംഭിക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് 17-ാം തീയതിയാണ്. 17, 18, 19 എന്നിങ്ങനെ 3 ദിവസങ്ങളിൽ ഷോർട്ട് ഹജ്ജിന് ഇത്തവണ 25 ദിവസമാണ് എടുക്കുന്നത്. ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് പി മൊയ്തീൻ കുട്ടി, ഹഷ്കർ കോറാട്, പി അബ്ദുറഹ്മാൻ ഇന്നി, നോഡൽ ഓഫീസർ പി കെ അസ്ലീൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. MT ന്യൂസ് മലപ്പുറം. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.